2019 നമ്മളുടെ ഹോം മിനിസ്റ്ററായ അമിത് ഷായുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്ന് ഈ ചുവപ്പ് ഭീകരത അതായത് നക്സലിസം ഇല്ലാതാക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ പുതിയൊരു ഓപ്പറേഷൻ കൂടി തുടക്കം കുറിച്ചിരിക്കുന്നു. അത് മയക്കുമരുന്നിനെതിരെയായിട്ടുള്ള പോരാട്ടമാണ്. വലിയ രീതിയിൽ തന്നെ വിപുലമായ സജ്ജീകരണങ്ങളോട് തന്നെ ആണ് ഈ മയക്കുമരുന്ന് വേട്ട ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പൊതുജനങ്ങൾക്കും പങ്കാളിയാകാൻ കഴിയുമെന്ന് അമിത് ഷാ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനായി ഒരു ടോൾ ഫ്രീ നമ്പറാണ് നൽകിയിരിക്കുന്നത് 1933. ഒപ്പം തന്നെ ഒരു മെയിൽ ID തന്നിട്ടുണ്ട് info@ncbmanas@gov.in. അതായത് മനസ്സ് എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പരും ഒപ്പം തന്നെ Gmail ID ഒരു പോർട്ടലാണ് മനസ്സ്. അതായത് മദക് പദാർത്ഥിക് നിഷേധ് അച്ചുക്കൻ, അതായത് മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് പങ്കാളിയാകാം. ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഈ നമ്പറിലേക്ക്, ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ മതിയാകും. വിളിക്കുന്ന ആളുടെ പേര് വിവരങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യും. അമിത് ഷാ ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്. भारत सरकार ने 2019 से एक अप्रोच लिया है समन्वय और सहयोग के आधार पर नारकोटिक्स के खिलाफ जो हमारी लड़ाई है इसको पुख्ता करना, मजबूत करना, परिणाम लक्ष्य बनाना और सफल 2014 മുതൽ 2023 വരെയുള്ള കണക്കനുസരിച്ച് 160% മയക്കുമരുന്ന് വേട്ട വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നത്. മയക്കുമരുന്ന് ശൃംഖലയെ തന്നെ തകർക്കാൻ കഴിഞ്ഞത് 160% അത് ഉയർന്നിരിക്കുന്നു. രാജ്യത്തെ തകർക്കുന്ന, അതായത് കള്ളപ്പണം ഇടപാട് പോലെ തന്നെ രാജ്യത്തെ തകർക്കുന്ന ഒന്നാണ് മയക്കുമരുന്ന് എന്നൊരു തിരിച്ചറിവിലാണ് NCB ഇതിന് നേതൃത്വം നൽകുന്നത്. വിപുലമായ സംവിധാനങ്ങൾ, റഡാർ സിസ്റ്റങ്ങൾ, ഒപ്പം തന്നെ ഇതിനുവേണ്ടി പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥന്മാർ, എല്ലാ ടെക്നോളജികളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു വലിയ പോരാട്ടത്തിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അറിവുള്ളവർ, അതായത് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരെക്കുറിച്ചോ ഇല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അറിവുണ്ടെങ്കിൽ ഈ 1933 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇല്ല എങ്കിൽ ഡീറ്റെയിൽസുകൾ info.ncbmanas@gov.in എന്ന വിലാസത്തിലും ബന്ധപ്പെടാൻ കഴിയുന്നത്. ഏതായാലും ഒരു വലിയ വേട്ടയ്ക്ക്, ഒരു വലിയ ഓപ്പറേഷൻ രാജ്യം തുടക്കം കുറിച്ചിരിക്കുന്നു. കാരണം മയക്കുമരുന്ന് നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കും. വളർന്നു വരുന്ന തലമുറയെ ഇല്ലാതാക്കുവാൻ വേണ്ടി വൈദേശിക ശക്തികൾ കരുതിക്കൂട്ടി നടത്തുന്ന നീക്കമാണ്. ഈ നീക്കം ഭീകരതയേക്കാൾ അപ്പുറത്ത് ഒരുപടി കൂടി കടന്നു നിൽക്കുന്ന ഭീകരതയാണ്, അല്ലെങ്കിൽ കൊടും ഭീകരവാദമാണെന്ന് പറയേണ്ടി വരും. ന്യൂസ് ഇന്ത്യ മലയാളം.